ആത്മ ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നലെ നടന്ന +2 പ്രിലിംസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണ് നമ്മളിന്ന്. അതിൻ്റെ ശരിയായ ഉത്തരങ്ങൾ ഏതൊക്കെയായിരുന്നു, ഏതൊക്കെ ഭാഗത്തു നിന്ന് വന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഈ ഏരിയയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ മലയാളവും ഇംഗ്ലീഷും നമ്മൾ 10th പ്രിലിംസ് എക്സാമിനുണ്ടാകാത്ത ഏരിയയായിരുന്നു. അപ്പോൾ മലയാളത്തിന് 10 മാർക്ക്, ഇംഗ്ലീഷിന് 20 മാർക്ക്, മാത്സിന് 20 മാർക്ക്. പണ്ട് LDക്ക് വന്നിരുന്ന അതേ പാറ്റേണിലാണ് വന്നിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഏരിയകൾ എത്ര വീതമാണ് വന്നിരുന്നതെന്ന് നോക്കാം. ഇതിൽ പരീക്ഷയെക്കുറിച്ച് പൊതുവായി പറയുകയാണെങ്കിൽ നല്ല നിലവാരം പുലർത്തിയ പരീക്ഷകളൊന്നായിരുന്നു. ഒരു ആവറേജ്, എബോവ് ആവറേജ് എന്നൊരു നിലവാരം പറയേണ്ടി വരും. പിന്നെ പ്രധാനമായിട്ടും ഇതിൽ യൂണിഫോം ഫോഴ്സസിലേക്കുള്ള നിയമനമാണ് വന്നത്. എന്ന് പറഞ്ഞാൽ സിവിൽ പോലീസ് ഓഫീസർ, അതോടൊപ്പം തന്നെ പിന്നെ വന്നിരുന്നത് ഏതൊക്കെ ഫോറസ്റ്റ് ഗാർഡ്, എക്സൈസ് ഗാർഡ്, ഇങ്ങനെയുള്ള പരീക്ഷകൾക്കൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതിലൊക്കെ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് വല്ലാതെ താഴ്ത്തിയിട്ട് കുറേ ആൾക്കാരെ ഉൾപ്പെടുത്തി. പിന്നെ ഫിസിക്കൽ കഴിഞ്ഞാൽ കുറേ ആൾക്കാർ പോകും. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് മെയിൻ പരീക്ഷ ഉണ്ട്. മെയിൻ പരീക്ഷ ആദ്യം നടക്കുമോ ഫിസിക്കൽ ആദ്യം നടക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി കട്ട് ഓഫ് മാർക്ക് താഴാനും കൂടുതൽ ആൾക്കാർ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നടന്ന പരീക്ഷയുടെ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. 20 മാർക്കിൻ്റെ ഇംഗ്ലീഷ് വന്നിരിക്കുന്നു, 10 മാർക്കിൻ്റെ മലയാളം വന്നിട്ടുണ്ട്, മാത്സിന് 20 മാർക്ക് വന്നിട്ടുണ്ട്. സാധാരണ ഇതിൽ LDയുടെ റേഞ്ചിൽ വരുന്ന സംഭവങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് 8 മാർക്കിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു, 5 മാർക്കിൻ്റെ IT വന്നു, ഏതാണ്ട് 5 മാർക്കിന് അടുത്ത് ബാങ്കിങ്, എക്കണോമിക് സെക്ഷനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കറണ്ട് അഫെയേഴ്സ് ഒരു 7 മാർക്കിനടുത്ത് വന്നിട്ടുണ്ട്. സയൻസ് ഒരു 10 മാർക്കിനടുത്ത് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 90 മാർക്കിനടുത്തുള്ള സംഭവം ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞു. പിന്നെ ജോഗ്രഫിയും ഹിസ്റ്ററി നമ്മൾ 10th കണ്ട പോലെ അത്രയൊരു ഇമ്പോർട്ടൻസ് ജോഗ്രഫിക്കും ഹിസ്റ്ററിക്കും ലഭിച്ചിട്ടില്ല. രണ്ടും കൂടി ഒരു 10 മാർക്കിനടുത്താണ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ജോഗ്രഫിയും ഹിസ്റ്ററിയും നമ്മൾ ചെറിയ തോതിൽ, അതുപോലെ കറണ്ട് അഫെയേഴ്സ്, സയൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ 10th പ്രിലിംസ് നമ്മൾ ഒരുവിധം നോക്കിയിരുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെ ഉണ്ടായിട്ടുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷനിലും ഒരു കുറച്ച് ആഡ് ആയിട്ടുണ്ട്, അത്രേ വന്നിട്ടുള്ളൂ. പിന്നെ ഇംഗ്ലീഷ് പുതുതായി വന്നു ചേർന്നു, മാത്സ് കുറച്ചും കൂടി ടഫായി, മലയാളം ഉണ്ടായിരുന്നില്ല, മലയാളം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യനും അതിൻ്റെ ഉത്തരങ്ങളും എന്നുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. എൻ്റെ കയ്യിലുള്ളത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കോഡ് D ആണ്. അതിലെ ഒന്നാമത്തെ ചോദ്യം മുതൽ നമ്മൾ ഓപ്ഷൻ മുഴുവൻ വായിക്കുന്നില്ല, ശരി ഉത്തരം മാത്രമേ വായിക്കുന്നുള്ളൂ. ഒന്നാമത്തെ ചോദ്യം: ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പറയുന്ന പേര്. ഉത്തരം ഓപ്ഷൻ A, പൊതുഭരണം. രണ്ടാമത്തെ ചോദ്യം: നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനോ നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവനെ എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക എന്ന് ആവശ്യപ്പെട്ട വ്യക്തി. ഓപ്ഷൻ C, മഹാത്മാഗാന്ധി. മൂന്നാമത്തെ ചോദ്യം: കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. ഓപ്ഷൻ B, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അടുത്ത ചോദ്യം: ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം. ഓപ്ഷൻ D, അക്ഷയ കേന്ദ്രം. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം: സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം. ഓപ്ഷൻ A, ലോകായുക്ത. ഈ അടുത്ത ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ കൂടെ ലോകായുക്തയുടെ ഒരു ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഒരു മന്ത്രി രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ വിവാദങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം: 2017-18 സാമ്പത്തിക വർഷം കേന്ദ്ര ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ച നികുതി ഇനം. ഓപ്ഷൻ B, കോർപ്പറേറ്റ് നികുതിയാണ്. അടുത്തത് 7th ക്വസ്റ്റ്യൻ: ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ ആരംഭിച്ച വർഷം. 1770 ആണ് ഉത്തരം. ഓപ്ഷൻ D ആണ്. 8ാമത്തെ ചോദ്യം: 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്ക പരിഹാരത്തിനായി ഉപഭോക്താവ് അടയ്ക്കേണ്ട ഫീസ്. ഓപ്ഷൻ C, 400 രൂപയാണ്. ഇതിൽ ഉപഭോക്തൃ കോടതികളെക്കുറിച്ചും ഉപഭോക്തൃ നിയമങ്ങളെക്കുറിച്ചും ബോധവാനാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ വരുന്നത്. നമ്മൾ സിലബസിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു പാർട്ട്. അപ്പോൾ അതിൽ 1 ലക്ഷം രൂപ വരെയുള്ളതിന് 100 രൂപയാണ് ഫീസ് വരുന്നത്. 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ മൂല്യമുള്ള കേസുകൾ വരുന്നതിന് 200 രൂപയും, 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള കേസുകൾക്ക് 400-ഉം, 10 മുതൽ 20 വരെയുള്ള ലക്ഷം 500-ഉമാണ്. ഇവിടെ 5 മുതൽ 10 ലക്ഷം വരെയാണ് ചോദിച്ചിരിക്കുന്നത്.
അതുകൊണ്ട് ഉത്തരം 400 രൂപയാണ്, ഓപ്ഷൻ സി. അടുത്തത് 9ാമത്തെ ചോദ്യം. 1952 കേന്ദ്ര ഗവൺമെൻറ് മൊത്തം ചിലവിൻ്റെ എത്ര ശതമാനമാണ് വിദ്യാഭ്യാസത്തിനായി ചിലവഴിച്ചത്? ആദ്യത്തെ ഗവൺമെൻറ്റാണ്, ഓപ്ഷൻ എ ആണ് ഉത്തരം. 7.92% ഉത്തരം. 10ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ ജോഡി അല്ലാത്തത് ഏത്? അത് ഓപ്ഷൻ ബി ആണ്, കാൾ മാർക്സ്, ലേസർ-ഫിയർ. ബാക്കിയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. 11ാമത്തെ ചോദ്യം. താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണ്, ജോർജ് ഓണക്കൂർ കാക്കനാടൻ എന്ന് പറയുന്നതാണ് തെറ്റ്. ബാക്കിയുള്ളതൊക്കെ ശരിയാണ്. ബാക്കിയുള്ള ജോഡികളെ കുറിച്ചൊക്കെ നമ്മുടെ വീഡിയോയിൽ മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം. തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ? ഓണമാണ്. ഓണവുമായി ബന്ധപ്പെട്ടാണ് അത്തം വരുന്നത്. അപ്പോൾ അത്തച്ചമയ ഘോഷയാത്രയും ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അടുത്തത്. ബാലഭാസ്കറിനെ പ്രശസ്തനാക്കിയ വാദ്യോപകരണം? ഉത്തരം ഓപ്ഷൻ ഡി, വയലിൻ ആണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ, ചെറുതുരുത്തി. 15ാമത്തെ ചോദ്യം. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി? ഓപ്ഷൻ സി, KM ബീനമോൾ. പിന്നീടത് മാത്സിൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ്. ഉത്തരം ജസ്റ്റ് പറഞ്ഞു പോകണം. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാത്സിൻ്റെ സോൾവ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഉടൻ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. 16ാമത്തെ ചോദ്യം. 8 + 3 × 2 - 4 ഹരിക്കണം 2 + 6ൻ്റെ വില? ഓപ്ഷൻ എ, 18. 17ാമത്തെ ചോദ്യം. 1/3 - 1/2 ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യയാണ്? ഓപ്ഷൻ സി, 2/5. 18ാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 30% 70% തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ സംഖ്യ? ഉത്തരം ഓപ്ഷൻ ബി, 150 ആണ്. 19ാമത്തെ ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം 2n² + n ആണ്. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര? ഇതിൻ്റെ ഓപ്ഷനിൽ ശരി ഉത്തരമില്ല. ശരിക്കും മാത്സ് ഭാഗത്ത് 1-2 ചോദ്യങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ശരി ഉത്തരം ഇല്ലാതിരിക്കുകയും കൂടി ചെയ്യുമ്പോൾ നമ്മുടെ സമയം കുറേ മെനക്കെടുത്തുന്നതിന് തുല്യമാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ഉത്തരമില്ലാതെ വരുന്നത്, മാത്സിൻ്റെ പ്രത്യേകിച്ചും. അടുത്ത ചോദ്യം. ഒരു സമചതുര സ്തൂപികയുടെ ചെരുവുയരം 15 സെൻറ്റിമീറ്റർ, പാദവൊക്കെ 12 സെൻറ്റിമീറ്റർ ആയ സ്തൂപികയുടെ ഉയരം? ഓപ്ഷൻ ഡി ആണ്, 3√21 ആണ് ഉത്തരം. അടുത്ത 21ാമത്തെ ചോദ്യം. 5, 8, 17, 44 എന്ന ശ്രേണിയുടെ അടുത്ത പദം? ഓപ്ഷൻ സി ആണ്, 125. അടുത്ത ചോദ്യം. 22ാമത്തെ ചോദ്യം. പെർസെൻറ്റേജ് എന്നത് മൈനസിനെയും ഇൻറ്റു എന്നത് ഡിവിഷനെയും @ എന്നുള്ളത് ഇൻറ്റുവിനെയും ഹാഷ് എന്നുള്ളത് പ്ലസിനെയും സൂചിപ്പിച്ചാൽ 8 @ 7 ഹരിക്കണം 36 ഇൻറ്റു 3 ഹാഷ് 5ൻ്റെ വില? ഓപ്ഷൻ ബി ആണ്, 49. അടുത്ത ചോദ്യം. 23ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക? ഓപ്ഷൻ ഡി ആണ്, 589. ബാക്കിയുള്ളതൊക്കെ ഓരോ നമ്പറുകളുടെ സ്ക്വയറുകളാണ്. 24. ഒരു ക്ലോക്കിലെ പ്രതിബിംബത്തിലെ സമയം 8:30 ആയാൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്ര? ഓപ്ഷൻ ഡി ആണ്, 3:30 ആണ് ഉത്തരം. അടുത്ത ചോദ്യം. 25. ആദ്യത്തെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തുക? 35:66 47 എത്രയാണെന്നുള്ളതാണ് ഉത്തരം. 121 ആണ്, ഓപ്ഷൻ ഡി. 26ാമത്തെ ചോദ്യം. 43 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രിയെ നിയമിച്ച രാജ്യം? ഓപ്ഷൻ സി, ക്യൂബ. 27ാമത്തെ ചോദ്യം. ബാങ്കിംഗ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്? ഓപ്ഷൻ സി, ഫെഡറൽ ബാങ്ക് ആണ് ഉത്തരം. 28ാമത്തെ ചോദ്യം. പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തി? ഓപ്ഷൻ എ, സുഗതകുമാരി. അവാർഡുകളെ കുറിച്ചുള്ള ചോദ്യമായിരുന്നത്. 29ാമത്തെ ചോദ്യം. 2020 വർഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം? സസ്യാരോഗ്യ വർഷമാണ്, ഓപ്ഷൻ ഡി. 29ാമത്തെ ചോദ്യം വരുന്നത് 2020 വർഷത്തിൻ്റെ അന്താരാഷ്ട്ര, അത് നമ്മൾ പറഞ്ഞു. 30ാമത്തെ ചോദ്യം. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത് സെൻസസ് ആണ് 2021 നടത്താനിരിക്കുന്നത്? 8ാമതാണ്. 1951 മുതലാണ് സെൻസസുകൾ ആരംഭിച്ചത്. അവിടെ ഒരു 10 വർഷം ഗ്യാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടും. ഇപ്പോൾ 8ാമത്താണ്, 2021. 31ാമത്തെ ചോദ്യം. അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ സി, തെർമോസ്ഫിയറിൻ്റെ ഭാഗമാണ്. 32. ധരാതലീയ ഭൂപടങ്ങളിൽ തരിശു ഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ഓപ്ഷൻ ഡി, വെള്ള നിറമാണ് ഉപയോഗിക്കുന്നത്. 33ാമത്തെ ചോദ്യം. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേരെന്ത്? ജമുന എന്ന പേരിലാണ് ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത്. 34ാമത്തെ ചോദ്യം. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലവുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ഓപ്ഷൻ ബി, ശൈത്യകാലമാണ്. ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണത്. അടുത്ത ചോദ്യം. 35. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെ? തിരുവനന്തപുരമാണ് ശരി ഉത്തരം.
ആലപ്പുഴയും തിരുവനന്തപുരവും ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. ആലപ്പുഴയുള്ള ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ICMRന്റെ കീഴിലുള്ളതാണ് ആലപ്പുഴയുള്ളത്. ഇതിൻ്റെ ഉത്തരം സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് തിരുവനന്തപുരമാണ്. 36ാമത്തെ ചോദ്യം, റൂട്ട് ഓഫ് 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് 2�6 ഇൻറ്റു 5 സ്ക്വയറിൻ്റെ വില. ഇതിൽ ശരി ഉത്തരമില്ല ഈ ചോദ്യത്തിന്. 37ാമത്തെ ചോദ്യം, 20, 25, x, 28, 32 എന്നീ സംഖ്യകളുടെ ശരാശരി 27 ആണ്. എന്നാൽ എക്സിൻ്റെ വില ഓപ്ഷൻ എ 30 ആണ് ഉത്തരം. 38ാമത്തെ ചോദ്യം, ഒരാൾ 1000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ഇനത്തിൽ നിക്ഷേപിച്ചാൽ വർഷാവസാനം ലഭിക്കുന്ന തുക ഓപ്ഷൻ ബി ആണ് രൂപ 1210 ആണ് ഉത്തരം. 39ാമത്തെ ചോദ്യം, രാമു ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യും, രമ അതേ ജോലി ചെയ്യാൻ 8 ദിവസം എടുക്കും. എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? ഓപ്ഷൻ ഡി ആണ് 3/7 ആണ് ഉത്തരം. 40ാമത്തെ ചോദ്യം, A:B = 5:2, B:C = 3:7 ആയാൽ A:C എത്ര? 15:14 ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ്. 41ാമത്തെ ചോദ്യം, ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം ഓപ്ഷൻ എ മൗലിക അവകാശമാണ്. ഭരണഘടനയിൽ നമ്മൾ ഈ അവകാശങ്ങളെക്കുറിച്ചും മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചൊക്കെ 10th പ്രിലിംസിലും പഠിച്ചിരുന്നു. അതിനേക്കാൾ കൂടുതലായിട്ടുള്ളത് കുറച്ച് ലിസ്റ്റുകളെ കുറിച്ച് മാത്രമാണ് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത്. പിന്നെ ആമുഖത്തെക്കുറിച്ച് ഉണ്ടായിരുന്നു. ആ മൗലിക അവകാശം വീണ്ടും ചോദ്യത്തിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ 42, ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ഡോക്ടർ BR അംബേദ്കറിൻ്റെയാണ്. ഇത് നമ്മൾ അവിടെ ആർട്ടിക്കിൾ 32നെ കുറിച്ച് പഠിച്ചുകൊണ്ടായിരുന്നതാണ്. 43ാമത്തെ ചോദ്യം, മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 4A ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശമാണ് ഓപ്ഷൻ സി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 45, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന തീയതി ഏതാണ്? ഓപ്ഷൻ എ 26 നവംബർ 1949 ആണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കി കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസമാണത്. ആ ദിവസമാണ് ആമുഖത്തിൽ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് സംവിധാനമാണ് ഓപ്ഷൻ ബി ബ്ലൂ-റേ DVD. 47ാമത്തെ ചോദ്യം, ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ഓപ്ഷൻ സി GIMP. 48ാമത്തെ ചോദ്യം, സഫാരി ഏത് വിഭാഗത്തിൽപ്പെടുന്ന സോഫ്റ്റ്വെയർ ആണ്? ബ്രൗസർ ആണ് സഫാരി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 49ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കമ്പ്യൂട്ടർ ഇടയ്ക്കിടെ ഡീഫ്രാഗ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത്, ബാക്കിയുള്ള 3 ഉപയോഗിക്കുന്നതാണ്. 50ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ വരുന്ന തെറ്റിനെ പറയുന്നത് ഓപ്ഷൻ ബി ആണ് ബഗ്സ്. 51ാമത്തെ ചോദ്യം, എല്ലാവരും ഹാജരായ ഒരു ദിവസത്തെ സ്കൂൾ അസംബ്ലിയിൽ രാജുവിൻ്റെ സ്ഥാനം മുമ്പിൽ നിന്ന് 16ാമതും പിറകിൽ നിന്ന് 20ാമതുമാണ്. എന്നാൽ രാജുവിൻ്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? ഓപ്ഷൻ എ 35 കുട്ടികൾ. 35 ആണ് ഉത്തരം. 52ാമത്തെ ചോദ്യം, ഒരു ക്ലോക്കിലെ സമയം 9:35 ഒരു ക്ലോക്കിലെ സമയം 9:35 ആയാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഓപ്ഷൻ സി ആണ് 77.5 ഡിഗ്രിയാണ് ഉത്തരം. 53ാമത്തെ ചോദ്യം, 2016 ഫെബ്രുവരി 25 തിങ്കളാഴ്ചയായാൽ 2016 മാർച്ച് 8 ഏത് ദിവസമായിരിക്കും? ഇവിടെ 2016 ലീപ്പ് ഇയർ ആയിരുന്നു എന്ന് ഓർക്കുക. ഉത്തരം ശനിയാണ്. ഓപ്ഷൻ ബി. 54ാമത്തെ ചോദ്യം, നിഷയും സിനിയും സഹോദരിമാരാണ്. രാജിയുടെ അമ്മായിയാണ് സിനി. രാമന്റെ പേരക്കുട്ടിയാണ് രാജി. മുരളി രാമന്റെ മകനാണ്. എന്നാൽ നിഷ മുരളിയുടെ ആരാണ്? വളരെയധികം സമയം കളയുന്ന ചോദ്യങ്ങളിലൊന്നാണിത്. 5ഉം 6ഉം ആൾക്കാരെ കുറിച്ചുള്ള ബന്ധമാണ് പറയുന്നത്. ഇതിൻ്റെ ഉത്തരം ശരിയുത്തരം ഇതിൽ തന്നെയുണ്ട്. ഓപ്ഷൻ സി സഹോദരിയാണ് ഉത്തരം. 55ാമത്തെ ചോദ്യം, ബോക്സ് എന്നതിനെ OBK എന്നും പെൻ എന്നതിനെ CRA എന്നും കാർ എന്നതിനെ PNE എന്നും കോഡ് ചെയ്താൽ ഗൺ എന്നതിനെ എങ്ങനെ കോഡ് ചെയ്യാം? ഓപ്ഷൻ ഡി ആണ് THA. 56ാമത്തെ ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? ഓപ്ഷൻ ബി വിറ്റാമിൻ K. സ്ഥിരമായിട്ട് ബയോളജി പാർട്ടിൽ വരുന്ന ചോദ്യങ്ങളിലൊന്നാണ്.
57ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ യോജക കലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി പേശികല. 58ാമത്തെ ചോദ്യം ഇന്ത്യയുടെ സുഗന്ധവൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യം? ഓപ്ഷൻ എ അഗർവുഡ്. യൂക്കാലിപ്റ്റസ് അല്ല, അഗർവുഡ് ആണ് ഉത്തരം. 59ാമത്തെ ചോദ്യം ആദ്യ വൃക്കമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ആര്? ഓപ്ഷൻ എ ആണ് ഡോക്ടർ ജോസഫ് ഇ മുറയാണ് ചെയ്തത് വൃക്കമാറ്റ ശസ്ത്രക്രിയ നടത്തിയത്. 60ാമത്തെ ചോദ്യം മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം? ഇവിടെ എല്ലാം അടുത്തടുത്തുള്ള ഓപ്ഷൻസ് ആയിരുന്നു. ഏതാണ്ട് 1.5 കിലോ എന്നുള്ള ഉത്തരം ഒരു എല്ലാവർക്കും അറിയാം. പക്ഷേ 1.3 ടു 1.4, 1.4 മുതൽ 1.5 വരെ അങ്ങനെയൊക്കെയുള്ള അടുത്തടുത്തുള്ള ഓപ്ഷൻസ് ആണ് വന്നിരുന്നത്. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. 1.3 ടു 1.4 kg ആണ് ശരിയാകാത്ത ഉത്തരം. 61ാമത്തെ ചോദ്യം 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷക വംശകാവ്യത്തിന്റെ രചയിതാവ്? ഓപ്ഷൻ സി ആണ് അതുലനാണ്. 62ാമത്തെ ചോദ്യം ചർച്ച് മിഷൻ സൊസൈറ്റി CMS യുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? ഓപ്ഷൻ എ ആണ് കൊച്ചിയും തിരുവിതാംകൂറുമാണ് CMSന്റെ പ്രവർത്തന കേന്ദ്രം. 63 കപ്പലോട്ടിയ തമിഴൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? ഓപ്ഷൻ എ ആണ് VO ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. 64ാമത്തെ ചോദ്യം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെടുന്നത്? വേൾഡ് ഹിസ്റ്ററി എന്നുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ബി സൈമൺ ബൊളീവർ. അടുത്ത ചോദ്യം ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി ആണ് അർണോൾഡ് ടോയിൻബി ആണ്. ഇതും വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. 66ാമത്തെ ചോദ്യം സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിന്റെ ഡാഷ് ബലം പ്രയോജനപ്പെടുത്തിയാണ്? താപബലമാണ്. ഫിസിക്സ് എന്നുള്ള ചോദ്യം സയൻസിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 10 മാർക്കിനടുത്ത് വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വരുന്ന ഒരു ഏരിയ അതേപോലെ തന്നെ ഇപ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 67ാമത്തെ ചോദ്യം സമ്പർക്ക ബലത്തിന് ഉദാഹരണമല്ലാത്തത്? ഓപ്ഷൻ ബി ആണ് ന്യൂക്ലിയർ ബലമാണ് ഉത്തരം. 68ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓക്സിജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഏത്? ഓക്സിജൻ O8 ആണ്. അപ്പോൾ 1s2 2s2 2p4. ഓപ്ഷൻ എ ആണ് ഉത്തരം. 69ാമത്തത് ഓസോൺ പാളി കാണപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏത് പാളിയിലാണ്? ഓപ്ഷൻ ഡി ആണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. 70ാമത്തെ ചോദ്യം ശരീരവേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ് അനാൽജസിക്കുകളാണ് ശരീരവേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ. ഇനി ഇംഗ്ലീഷ് ഏരിയയാണ്. 71ാമത്തെ ചോദ്യം ദിസ് ഈസ് ദ പ്ലേസ് ഡാഷ് ഗാന്ധിജി ലീവ്ഡ്? ഓപ്ഷൻ ബി ആണ് വേർ. 72ാമത്തെ ചോദ്യം തിരുനെല്ലി ടെമ്പിൾ ഈസ് ഇൻ ദ ബാങ്ക് ഓഫ് ഡാഷ് കബനി റിവർ? അവിടെ ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. ഓപ്ഷൻ ഡി ആണ്. 73ാമത്തെ ചോദ്യം റിപ്പോർട്ട് ദ സെന്റൻസ് വി വിൽ പേ ഫോർ ദ ഡാമേജ്? അതിൽ ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ് ആണ് ഇതിന്റെ റിപ്പോർട്ട് ദ സെന്റൻസിന്റെ ഉത്തരം. 74ാമത്തത് ഓംബ്രോഫോബിയ റിലേറ്റഡ് ടു? ഓപ്ഷൻ ഡി ആണ് റെയിൻ എന്നുള്ളതാണ് ഉത്തരം. 75ാമത്തെ ചോദ്യം ചേഞ്ച് ടു പാസീവ്? ഇവിടെ മിച്ചു ഈ സിംഗിങ് എ വെസ്റ്റേൺ സോങ് എന്നുള്ളതാണ് പാസീവ്ക്ക് മാറ്റം പറയുന്ന ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് എ വെസ്റ്റേൺ സോങ് വാസ് ബീയിങ് സങ് ബൈ മിച്ചു. 76ാമത്തെ ചോദ്യം എക്സ്പാൻഷൻ ഓഫ് ETC എന്നുള്ളത്? അതിന്റെ ഓപ്ഷൻ സി ആണ് എറ്റ്സെട്ര എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 77ാമത്തെ ചോദ്യം ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്? അതിലെ ഓപ്ഷൻ ഡി ആണ് ട്വിസ്റ്റ് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം വരുന്നത്. 78ാമത്തെ ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ? അതിന്റെ ഉത്തരം ഷോൾ ബി. സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടാഗ് ആണത്. 79ാമത്തെ ചോദ്യം ജോൺ ഈസ് ദ മാൻ ഡാഷ് സേവ്ഡ് ദ ചിൽഡ്രൻ? ഓപ്ഷൻ സി ഹൂ എന്നുള്ളതാണ് ഉത്തരം. 80ാമത്തെ ചോദ്യം ഇഫ് ഐ വേർ യു ഐ ഡാഷ് ജംപ് ഓഫ് ദ റോക്ക്? ഓപ്ഷൻ എ ആണ് വുഡ് നോട്ട് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. 81ാമത്തെ ചോദ്യം വിച്ച് വേർഡ് ഈസ് മിസ്പെൽഡ്? ഇതിൽ ശരി ഉത്തരമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മിസ്പെൽഡ് ആയിട്ടുള്ള വേർഡ് 3 മിസ്പെൽഡ് ആയിട്ടുള്ള വേർഡാണ്. കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ളത് ഒക്യുപ്പൻ്റ് എന്നുള്ളതിന് മാത്രമാണ്. ബാക്കി എല്ലാവരും വ്യത്യാസമുണ്ട്. മാനേജബിൾ എന്നുള്ളത് MANAGEABLE ആണ്. IE ഇതിലില്ല. അടുത്ത ഓപ്ഷൻ എയിൽ വരുന്ന ഡിഫെൻസിബിൾ എന്നുള്ളത് DEFENSIBLE ആണ്. ഇവിടെ CIBLE എഴുതിയിരിക്കുന്നത്. അതും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി സ്കൗണ്ടറൽ എന്നുള്ളത് SCOUNDRAL ആണ് എഴുതിയിരിക്കുന്നത്. EL ആണ് വരിക. അപ്പോൾ 3 മിസ്പെൽഡ് ആണ്. അപ്പോൾ ശരി ഉത്തരമില്ല. 82ാമത്തെ ചോദ്യം ആന്റണിംസ് ഓഫ് ഫിക്കിൾ ഈസ്? ഓപ്ഷൻ ബി ആണ് കോൺസ്റ്റന്റ് ആണ് അതിന്റെ ശരി ഉത്തരം. 83ാമത്തെ ചോദ്യം ഹി ഡാഷ് ടു ഹെർ അൺടിൽ ഷീ അഗ്രീഡ് ടു ഹെൽപ്പ്? ഓപ്ഷൻ എ ആണ് മെയ്ഡപ്പ് ആണ് ശരിയായ ഉത്തരം. 84 സിനോണിം ഓഫ് ക്യു വൈവ് ഈസ്? ഓപ്ഷൻ സി ആണ് അലേർട്ട്.
85-ാമത്തെ ചോദ്യം എ ഡേറ്റ് ഓർ ടൈം ബിഫോർ വിച്ച് എ പർട്ടിക്കുലർ ടാസ്ക് മസ്റ്റ് ബി ഫിനിഷ്ഡ്. ഓപ്ഷൻ ഡി ഡെഡ് ലൈൻ. 86 എവരിബഡി ക്ലെയിംസ് ടു റൈറ്റ്. അതിന് ക്വസ്റ്റൻ ടാഗ് ആണ്. ക്വസ്റ്റൻ ടാഗ് ഡോണ്ട് ദേ. ഓപ്ഷൻ സി ആണ്. 87-ാമത്തെ ചോദ്യം കാലിക്കറ്റ് ഈസ് ഡാഷ് ദാൻ കണ്ണൂർ ഫാർദർ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 88-ാമത്തെ ചോദ്യം ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ ഷീ ഡാഷ് ഹെർ പ്രൊമോഷൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. വിൽ ഹാവ് റിസീവ്ഡ് എന്നാണ് ശരി ഉത്തരം. 89-ാമത്തെ ചോദ്യം വെൻ ഡു യു വിഷ് ഡാഷ് നൗ ഓർ ലേറ്റർ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ടു സ്റ്റാർട്ട് എന്നുള്ളതാണ്. 90-ാമത്തെ ചോദ്യം ദ റാറ്റ് റേസ് എമംഗ് ദ ലീഡേഴ്സ് ഈസ് റിവോൾട്ടിംഗ് മീൻസ്. ഓപ്ഷൻ സി ആണ്. ഫിയേഴ്സ് കോമ്പറ്റീഷൻ ഫോർ പവർ എന്നുള്ളത്. ഇനിയുള്ളത് മലയാള ഭാഗത്തുള്ള ചോദ്യങ്ങളാണ്. ഒരു 10 ചോദ്യങ്ങൾ. 91-ാമത്തെ ചോദ്യം ഏത് വിചാരണ നേരിടാനും താൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞു. ഈ വാക്യം ശരിയായി എഴുതുക. ഇവിടെ ഓപ്ഷൻ എ ശരിയായ ഉത്തരം തന്നെയാണ്. ഏത് വിചാരണയും നേരിടാൻ തയ്യാറാണ്. പക്ഷേ അയാൾ പറഞ്ഞു എന്നുള്ള വാക്യം ആവർത്തിക്കാത്തത് കൊണ്ട് കുറച്ചും കൂടി ആപ്റ്റായിട്ട് ഉത്തരം ഓപ്ഷൻ സി ആണ്. വിചാരണ നേരിടാൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വാചകമാണ് കുറച്ചും കൂടി ശരി. 92-ാമത്തത് ഉത് പ്ലസ് മുഖം എന്നുള്ളത് ഉന്മുഖം എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 93 നിർദ്ദയം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. ഓപ്ഷൻ എ ആണ് സദയം. 94 വേദപാരംഗതൻ എന്ന പദം വിഗ്രഹിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് വേദത്തിൽ പാരംഗതനായവൻ എന്നുള്ളതാണ്. 95 വിനയച്ചതിന് ഉദാഹരണം. ഓപ്ഷൻ ഡി കാണാൻ പോയി. പോയി എന്നതിന് മുമ്പ് കാണാൻ എന്ന് ഉപയോഗിച്ചുകൊണ്ട് വിനയച്ചമാണത്. അടുത്ത 96 അന്നവുമായി ബന്ധമുള്ള പഴഞ്ചൊല്ലേത്. ഓപ്ഷൻ ഡി ആണ്. ഊണിന് കൃത്യം വാക്കിന് സത്യം എന്നുള്ളതാണ്. 97 ധനാശി പാടുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം. ഓപ്ഷൻ എ ആണ്. അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. 98-ാമത്തത് ശരിയായ പദം എഴുതുക. ഓപ്ഷൻ ബി ആണ്. കൈ ചെലവ് എന്നുള്ളതാണ് ശരിയായ പദം. 99 ശ്ലക്ഷണ ശിലാശില്പം എന്നത് ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്. ശ്ലക്ഷണശില കൊണ്ട് നിർമ്മിച്ച ശില്പം എന്നുള്ളതാണ്. അവസാന ക്വസ്റ്റ്യൻ പദച്ചേർച്ച കണ്ടെത്തുക. അന്ത്യത്തിൽ എന്നുള്ളത് അന്ത്യം പ്ലസ് ഇൽ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഭാഗത്താണ് വന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു. ഇനി എൻ്റെ മാത്സ് സോൾവിങ്ങും അടുത്ത എക്സാമിന് തയ്യാറെടുക്കുന്നതിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സുമായി അടുത്ത വട്ടം വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.